ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ മക്രോണിയാണ്. ഇത് ഞാൻ കുറേ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചിക്കന് ഇല്ലാണ്ടാക്കാം. പിന്നെ ഇത് ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് നമുക്ക് ലഞ്ച് ബോക്സായിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാം. പിന്നെ ഞാൻ ഈ മക്രോണി കുറച്ച് വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റികൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതുപോലത്തെ റെസിപ്പികൾ ചെയ്യുന്നതായിരിക്കും. ഇതിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർക്കുക. ഇനി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതൊരു ടീസ്പൂണും കുരുമുളക് 1 ടീസ്പൂണും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. നിങ്ങളെടുക്കുക ഒറിഗാനുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ഓണിയൻ, പിന്നെ കുറച്ച് കേബേജ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, ടൊമാറ്റോ എല്ലാം ഈ അളവിലെടുത്തിട്ടുണ്ട്. ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലത്തേക്ക് 2 ടേബിൾ സ്പൂൺ അങ്ങനെ ഓയിൽ ഒഴിച്ച് ചിക്കൻ അതിലത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസ് തന്നെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഇതാ സെയിം ഓയിലിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് എടുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. സവാള നന്നായിട്ട് കുക്കാവാൻ പാടില്ല, കുറച്ചൊന്ന് കുക്കാവണം. അപ്പം ഞാൻ കുറച്ച് നേരം മൂടി വെക്കുന്നുണ്ട്. ഇനി വേറൊരു സോസ് പാൻ എടുത്തിട്ട് അതിലത്തേക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലത്തേക്ക് ഒരു 1/2 കിലോ മക്രോണിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് വേവിപ്പിക്കാൻ വെക്കണം. ഇതാ സവാള ഒന്ന് ജസ്റ്റ് സോട്ടായാൽ ഇതിലത്തേക്ക് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ ഇതിലത്തേക്ക് പൊടികൾ ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് പെപ്പർ, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ അപ്പം തന്നെ ടൊമാറ്റോ ആഡ് ചെയ്യാം. ഇതൊരു ടൊമാറ്റോയാണ് എടുത്തത്. ക്യാബേജെല്ലാം ഇട്ടാൽ ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഇത് അപ്പാട് കുക്കായി പോവും. ഇനി ഈ മസാലയൊക്കെ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ഇതിലത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എടുക്കാം, ഞാൻ ഇപ്പോൾ 2 എടുക്കുന്നത്. ഇതിലത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ടിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക് ആവാണ്ട് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ കുക്കായാൽ കഴിക്കുന്ന ടൈമിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലത്തേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യണം. പിന്നെ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ ഇതിലത്തേക്ക് ചിക്കൻ ആഡ് ചെയ്യണം. ചിക്കൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റായി മസാലക്ക്. അപ്പോൾ ഇതാ മക്രോണി ഒന്ന് വെന്ത് വന്നാൽ ഇതിലത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മസാലയിൽ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. മക്രോണി 2 മിനിറ്റ് മഞ്ഞളിട്ട് വെച്ച ശേഷം ഇതുപോലെ വെള്ളം കളഞ്ഞെടുക്കണം. എന്നിട്ട് ഈ മക്രോണി മസാലയിലേക്ക് ആഡ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഫോൾഡ് ചെയ്തെടുത്താൽ മതി, അപ്പം എല്ലായിടും മസാല പിടിച്ചോളും. നിങ്ങളുടെ അടുത്ത് ഒറിഗാനോ മല്ലിയിലയെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മക്രോണി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്കോ പ്ലേറ്റിലേക്കോ സെർവ് ചെയ്യാം. ഈ മക്രോണിക്ക് വെറൈറ്റി ടേസ്റ്റാണ്. കുറേ വെജിറ്റബിൾസും ചിക്കനും എഗ്ഗെല്ലാം ചേർത്തത് കൊണ്ട് പ്രത്യേക ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ്.
വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്കായിക്കില്ലെങ്കിൽ കഴിക്കുന്ന ടൈമിൽ ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റാണ്. മക്രോണിയിൽ അങ്ങനെ രസം ഉണ്ടാവുക. നന്നായിട്ട് സോട്ടായി പോയാൽ കഴിക്കുന്ന ടൈമിൽ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ ഇത് സിമ്പിളായിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സായിട്ട് കൊടുത്തു വിടാം. കുറേ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. ഇതുപോലെ ലഞ്ച് ബോക്സ് ഐഡിയാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം.